ശ്രീ കാവാല ശശികുമാർ, ഇത്തവണ തിരഞ്ഞെടുപ്പുണ്ടായപ്പോൾ എല്ലാ തവണത്തെയും പോലെ പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗവാക്കായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ പല ട്രെൻഡുകൾ അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നത്? കേൾക്കാം, പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളുടെ പോളിംഗ് കഴിഞ്ഞ സമയത്ത് പെർസെന്റേജ് കണക്കാക്കി നോക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പെർസെന്റേജ് എത്രയായാലും ശരി, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഒരുപക്ഷെ അവസാനത്തെ കണക്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തലത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ തന്നെ ആഗ്രഹിക്കാം. ഇപ്പൊ ഓരോ വോട്ടായാലും ശരി കുറഞ്ഞ പോയിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ടോ? പഴയ തലമുറയിലെ ആൾക്കാർ ഇത് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിനോട് ഒരു വിരക്തി കാണിച്ചിട്ടുണ്ടോ? അതല്ല, ഇനിയിപ്പോ എന്തായാലും ഇന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇനിയിപ്പോ വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഏത് കാരണത്താലായാലും ശരി, വോട്ട് ചെയ്യുന്ന പ്രവണതയിലേക്ക് ആൾക്കാർ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. അതുണ്ടാവാതിരിക്കേണ്ടത് ആവശ്യമാണ്. 1998-ൽ 96-ലും ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ ഒരു തോത് വെച്ച് നോക്കുമ്പോൾ, പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടായ ഒരു കുറവിന്റെ ഭീതി മൂലം ഇലക്ഷൻ കമ്മീഷൻ പോലും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് വോട്ട് ചെയ്യുവാൻ വേണ്ടി എല്ലാവരും എത്തുക, ഏതൊക്കെ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാനായിട്ട് മടിക്കുന്നു ആ സാഹചര്യങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ബൂത്ത് ഉണ്ടാക്കുക, ഏറ്റവും വീടിനോട് ചേർന്ന് ഉള്ള ബൂത്തുകൾ സംഘടിപ്പിക്കുക, കൂടുതൽ ബൂത്ത് എണ്ണം കൂട്ടുക, സംവിധാനങ്ങൾ ഒരുക്കുക, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം, ഏറ്റവും സാങ്കേതികമായ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടും വോട്ടിന്റെ പെർസെന്റേജ് കുറയുന്നെങ്കിൽ അത് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അതിനെ നമ്മൾ രാഷ്ട്രീയ സംഘടനകൾ എന്റെ സ്ഥാനാർത്ഥി ജയിക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട വോട്ട് കിട്ടും എന്നൊരു സമാധാനത്തിനപ്പുറത്തേക്ക് മുഴുവൻ ജനതയെയും വോട്ടിങ്ങിൽ പങ്കെടുപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ജനാധിപത്യ പ്രക്രിയയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞല്ലോ, ടോട്ട പോലുമുള്ള ഒരു രാജ്യം, അത്രമാത്രം വിശാലവും ആയിട്ടുള്ള ഉദാരവുമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ പൂർണ്ണമായ തോതിൽ വിനിയോഗിക്കപ്പെടണമെങ്കിൽ പൂർണ്ണമായ തോതിൽ വോട്ടിംഗ് നടക്കണം. അപ്പോൾ അതിന് പരിശോധിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ്, ശ്രീ ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, സ്വാഭാവികമായി ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ല, ജനറൽ തെരഞ്ഞെടുപ്പല്ല, അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി രാഷ്ട്രീയ പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യമാണ്. പാർലമെന്റ് അംഗമായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, നിയമസഭാംഗമായിരിക്കുന്ന ആൾ രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. ഇത് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഒരു സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ഒരു വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. അത് രാഷ്ട്രീയ തന്ത്രമാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് തെറ്റല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്ന, രാജ്യത്തിന് ഉണ്ടാക്കി വെക്കുന്ന അധിക ചെലവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. രാഷ്ട്രീയ അധ്വാനം, രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ഓരോ സ്വന്തം പാർട്ടിക്കാർ പോലും ഇത് വേണ്ടിയിരുന്നില്ല, എന്തിനാ ഇപ്പൊ അദ്ദേഹം ആൾറെഡി MP ആണല്ലോ, അദ്ദേഹത്തിനെ വീണ്ടും ഇതിനെ MLA ആക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ പോലും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ആള് തെരഞ്ഞെടുക്കപ്പെടേണ്ട ആളിന്റെ പിന്നാലെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിജയം ഉറപ്പിക്കുന്ന പ്രവർത്തനത്തിൽ മാറി എത്തിച്ചേരും. അത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ? ഇത്രയും പ്രായമായ, ഇത്രയും കാലം ചരിത്രമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടല്ലേ നിലവിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ, ഒരു MP-യെ രാജിവെപ്പിച്ചത് MLA ആക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് ശരിയായിരിക്കാം. ഇപ്പൊ സേനാപതിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇക്വേഷൻസ് ഉണ്ടാവില്ല, വിന്നബിലിറ്റി ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു ചങ്കൂറ്റം കൂടി ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എടുക്കണം. എല്ലാ ആൾക്കാരെയും, മുഴുവൻ ആൾക്കാരെയും, 100% ആൾക്കാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്ത കൂടി നമ്മുടെ ഈ സമയത്ത് വേണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുന്നത്.